നമസ്കാരം കൂട്ടുകാരെ. ബിഗ് ബോസ് മലയാളം സീസൺ 8 ലോഗോ പുറത്തു വന്നത് എല്ലാവരും കണ്ടതാ. ആദ്യ കാഴ്ചയിൽ സാധാരണ ഒരു ലോഗോ പോലെ തോന്നിയാലും ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ചില രഹസ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ റെഡ് ആൻഡ് ഗോൾഡ് തീം. ഇത്തവണ ലോഗോയിൽ പ്രധാനമായി ഉപയോഗിച്ചിരിക്കുന്നത് റെഡ് ആൻഡ് ഗോൾഡ് തീമാണ്. ഒരു തീ പിടിച്ച പോലെ തോന്നുന്ന റെഡ് ബാക്ക്ഗ്രൗണ്ടും ഗോൾഡൻ ലുക്കും സീസൺ 8 കൂടുതൽ ഇന്റൻസ് ആക്കുമെന്ന് സൂചിപ്പിക്കുന്നതായി ആരാധകർ വിലയിരുത്തുന്നു. രണ്ടാമത് നമ്പർ 8ന്റെ പ്രത്യേകത. ഈ ലോഗോയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്പർ 8 തന്നെയാണ്. സാധാരണ ഒരു 8 അല്ല, അതിൻ്റെ ഉള്ളിൽ പല സിംബൽസും ഒളിഞ്ഞിരിക്കുന്നതായി കാണാം. അതുകൊണ്ട് തന്നെ ഈ നമ്പർ സീസണിന്റെ പ്രധാന തീമിനെ സൂചിപ്പിക്കുന്നതായിട്ട് ആണ് വിലയിരുത്തൽ. മൂന്നാമത് 2 കണ്ണുകൾ. ലോഗോയിലെ 8ന്റെ ഉള്ളിൽ 2 കണ്ണുകൾ കാണാൻ കഴിയും. ബിഗ് ബോസിന്റെ പ്രധാന സിംബലായ കണ്ണിന്റെ പുതിയ അവതാരമാണിത്. എന്നാൽ ചിലർ പറയുന്നത് ഇത് കോമണേഴ്സും സെലിബ്രിറ്റീസും ഉൾപ്പെടുന്ന 2 വിഭാഗങ്ങളായിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. നാലാമത് ഗ്രീക്ക് വാക്ക് ഡെമോക്രാറ്റിയ അങ്ങനെ എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം ലോഗോയിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം വരുന്നത് അതൊരു ഗ്രീക്ക് വേർഡാണ്. ഇംഗ്ലീഷിൽ ഇതിൻ്റെ അർത്ഥം ഡെമോക്രസി അഥവാ ജനാധിപത്യം എന്നാണ്. മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിലും ഗെയിമിൻ്റെ രീതികളിലും പ്രേക്ഷകർക്കോ പൊതുജനങ്ങൾക്കോ കൂടുതൽ പങ്കുണ്ടാകുമോ എന്ന ചോദ്യമാണ് ഇത് ഉയർത്തുന്നത്. 5 കൈകളുടെ ചിഹ്നം. ലോഗോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കൈകളുടെ രൂപങ്ങൾ കാണാൻ കഴിയും. സമൂഹത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള ആൾക്കാരെ സൂചിപ്പിക്കുന്നതാണ് ഇതെന്ന് റിപ്പോർട്ട്സ് പറയുന്നത്. അതായത് ഈ സീസണിൽ കൂടുതൽ വൈവിധ്യമാർന്ന മത്സരാർത്ഥികൾ ഉണ്ടാവുമെന്നാണ് സൂചന. ആറാമത് ഫയർ എലമെന്റ്. ലോഗോ മുഴുവൻ തീയുടെ എഫക്റ്റ് നിറഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. ബാക്ക്ഗ്രൗണ്ടിലെ തീയും 8ന്റെ ഇരുവശങ്ങളിലെ ജ്വാല പോലെയുള്ള ഡിസൈനുകളും ഈ സീസൺ കൂടുതൽ ചൂടേറിയതും മത്സര ബുദ്ധിയോടുകൂടെ കളിക്കും എന്ന് കാണിക്കുന്ന ഒരു സൂചനയാണത്. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 8 ലോഗോയിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ സൂചനകൾ നിങ്ങൾക്ക് എന്തായിട്ടാണ് തോന്നുന്നത്? ഈ തീം എന്തായിരിക്കും എന്നാണ് നിങ്ങൾ കരുതുന്നത്? അതെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.